കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വിഭവ വിതരണത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചുള്ള ബിഗ് ടിവിയുടെ അന്വേഷണ പരമ്പരയിലേക്കാണ് ഇനി ആരോഗ്യത്തിലും വിവേചനം. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് പോലും ലഭിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏക മെഡിക്കൽ കോളേജ് ഏതെന്ന ചോദ്യത്തിന് ഒറ്റയുത്തരം: ഇടുക്കി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടക്കം മുതൽ തന്നെ ഈ സ്ഥാപനത്തിന് പേര് നേടിക്കൊടുത്തതാണ്. ഇന്ന് കടുത്ത പ്രതിസന്ധിയുമുണ്ട്. വേണ്ടത്ര ഡോക്ടർമാരില്ല, ജീവൻ രക്ഷാ മരുന്നുകളില്ല. പരാധീനതയുടെ നടുവിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഏക ആശ്രയമാകേണ്ട ആശുപത്രിയാണ്. അതിങ്ങനെയാണോ കിടക്കേണ്ടത്? നമുക്കൊന്ന് നോക്കാം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പാർക്കിങ്ങിന്റെ അവസ്ഥയാണിത്. ഇവിടെ തുടങ്ങുന്നു ഈ ആശുപത്രിയുടെ അശാസ്ത്രീയതയുടെ ഓരോ ഘട്ടങ്ങളും. ഇവിടെ ഒരു വണ്ടി കയറി വരില്ല, ഒരു ആംബുലൻസ് വരത്തില്ല, രോഗിക്ക് വരത്തില്ല, ഒരു വാഹനം വന്നാൽ തിരിച്ചു കൊണ്ടു പോകത്തില്ല. യാതൊരു രീതിയിലൂടെ കാര്യം നടക്കത്തില്ല. ഇവിടെ ഒരു ശവക്കോട്ട പോലെ ഉണ്ടാക്കി ചെയ്യുന്ന സാധനം മാത്രമായിട്ട്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാർ ഏറെ ജീവിക്കുന്ന ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോൾ ആരോഗ്യ മേഖലയ്ക്കത് വലിയ പ്രതീക്ഷയായിരുന്നു. 2013 ചികിത്സ തേടിയെത്തുന്നവർക്ക് മരുന്നിന് പോലും സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾ തന്നെ ശരണം. മുള്ളു കയറി കഴിഞ്ഞ് മുള്ളിന് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പൈസ പുറത്തേക്കുള്ള കുറിപ്പടയാണ് എഴുതുന്നതാണ്. മരുന്നില്ല, ഒരു മരുന്ന് തന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ പരിദേവനങ്ങൾ മാത്രം നിറഞ്ഞ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ച 100 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ജീവൻ പണയപ്പെടുത്തി പായേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ. കാലിൽ മുള്ളുകൊണ്ടെത്തുന്ന ഒരു രോഗിക്ക് നൽകേണ്ട മരുന്ന് പോലും പൂർണ്ണമായും നൽകാൻ കഴിയാത്ത ഒരു മെഡിക്കൽ കോളേജ്, വെറുമൊരു റഫറൽ യൂണിറ്റ് മാത്രമായി മാറിയിരിക്കുകയാണിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ്. പേരിന് മാത്രമുള്ള ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ, ബിഗ് ടി വി ജേർണലിസ്റ്റ്, ഇടുക്കി.